കല്യാണത്തലേന്ന് കല്യാണപ്പുരക്ക് പോയാൽ കിട്ടുന്നൊരു ബീഫ് കറിയും നെയ്ച്ചോറും ഉണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഈസി ആയിട്ട് നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3/4 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലുള്ളതും നെയ്യുള്ളതും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഇറച്ചിയാണ്. അങ്ങനെയുള്ള ഇറച്ചി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നല്ല എരിവിന് വേണ്ടിയിട്ട് ഒരു 1.25 ടീസ്പൂണോളം കുരുമുളക്, ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ആ ഒരു മസാലയും ബീഫും നല്ലപോലെ മിക്സായി കിട്ടണം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റെപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ നല്ല പെരക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനിവിടെ അരമണിക്കൂറോളം മൂടി വെക്കുന്നുണ്ട്, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് നല്ല മൺചട്ടിയിലാട്ടോ ഞാൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് നമ്മൾ നേരെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണ്. അതുപോലെ 2 തക്കാളി, ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഇട്ടു കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ച് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കിഴങ്ങ് നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചെറുങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അടുപ്പിലാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ വെന്ത് കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതേപോലെ പോയിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, മൺചട്ടിയാണല്ലോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി മിക്സാക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഞാനിത് 1.5 മണിക്കൂർ കുക്ക് ചെയ്തിട്ടാട്ടോ എനിക്ക് ബീഫ് കറി ആയി കിട്ടിയത്. അപ്പോൾ അതാ നമ്മളെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ കളറൊക്കെ മാറിയത് കണ്ടോ. അതുപോലെ ആ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പോലെ അതിൽ അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഗരം മസാല, അതുപോലെ കുരുമുളകിൻ്റെ പൊടി, പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സായി കൊടുക്കണം. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ കിട്ടുന്ന കറീൻ്റെ അതേ ലുക്കാണ്, അതുപോലെ അതേ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെയെന്ന് പറയാൻ ഇത് അടുപ്പത്ത് തന്നെ വെച്ചുണ്ടാക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തിക്കായിട്ടുള്ള ബീഫ് കറി റെഡി. പിന്നെ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കറീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.